ഹലോ എവ്രി വൺ, വിക്ടേഴ്സ് ചാനലിൽ +1 ഫിസിക്സ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റും എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ക്വാണ്ടിറ്റി ആയിരുന്നു. മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലുള്ളത്. ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇതിന് എക്സാമ്പിളാണ് ലെങ്ത് നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മീറ്റർ വെച്ചിട്ടോ മെഷർ ചെയ്യാൻ സാധിക്കും. വെയ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും, അതിന് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ക്ലോക്ക് കൊണ്ട് നമ്മൾ ടൈമും മെഷർ ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ ടോപ്പിക്കായ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി 2 ബേസ് ക്വാണ്ടിറ്റി ചേർന്നിട്ടാണ്, 2 or 3 ബേസ് ക്വാണ്ടിറ്റീസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ആവറേജ് സ്പീഡ്. നമുക്കവിടെ ഡിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ ടൈമും വേണം. ടൈമും ഡിസ്റ്റൻസും ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. 2 ബേസ് ക്വാണ്ടിറ്റികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, യൂണിറ്റിന് തന്നെ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. യൂണിറ്റ് ചൂസ് ചെയ്യുന്നതിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തേത് ആർബിട്രറിലി ചൂസൻ, റാൻഡം സെലക്ഷനാണ്. ആദ്യം നമ്മളൊരു പ്രാവശ്യം ഒരു യൂണിറ്റ് SI യൂണിറ്റ് ആയിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് മാറ്റില്ല. രണ്ടാമത്തത് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു യൂണിറ്റിന് ഇൻ്റർനാഷണലി ഒരു വാല്യൂ മാത്രമേ പാടുള്ളൂ. 2 or 3 വാല്യൂകൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വാല്യൂ ആണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് വാല്യൂ ആയിരിക്കണം ഒരു യൂണിറ്റ്. പിന്നെ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കമ്പയറിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ സാർ തന്നെ പറഞ്ഞു തന്നു. ബുർജ് ഖലീഫയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 828 മീറ്റർ ആണ്. അപ്പം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു സാധാരണ മീറ്ററിനെ 828 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുർജ് ഖലീഫയുടെ ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കമ്പാരിസൺ കിട്ടുന്നുണ്ട്. നമ്മളുടെ ലാബിൽ യൂസ് ചെയ്യുന്ന മീറ്ററും ബുർജ് ഖലീഫയുടെയും ലെങ്ത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതിനെയാണ് നമ്മൾ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡാണ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ ഒരു ആർബിട്രറിലി ചൂസൺ, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, കമ്പാരിസന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ്, ഒരു മെഷർമെൻറ്റാണ് യൂണിറ്റ്. ഇനി ഈ യൂണിറ്റ് തന്നെ 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തത് ബേസ് യൂണിറ്റ്. എ യൂണിറ്റ് ഫോർ ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ബേസ് യൂണിറ്റ്സ് കൊണ്ടാണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് ബേസ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ഒരു ബേസ് യൂണിറ്റ് ആണ്. ഇനി രണ്ടാമത്തേക്ക് വരികയാണെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? സ്പീഡ്, ആവറേജ് സ്പീഡ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഒരു ഡിറൈവ്ഡ് യൂണിറ്റിൻ്റെ എക്സാമ്പിൾ. ഇനി പെർഹാപ്സ് ബേസ് യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റ്സും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കിട്ടുന്നതായിരിക്കും. A complete set of both base units and derived units is known as system of units. നമ്മൾ ഇവിടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് 3 എണ്ണമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് CGS,
CGS ലെങ്ത് സെൻറ്റിമീറ്റർ, പിന്നെ മാസ് ഗ്രാം, ടൈം സെക്കൻഡ്. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ട് CGS, അതാണ് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്. രണ്ടാമത്തത് FPS, ലെങ്ത് ഫൂട്ട് F, മാസ് പൗണ്ട് P, ടൈം പിന്നെയും സെക്കൻഡ് FPS. ലാസ്റ്റിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് MKS, ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആൻഡ് ടൈം അഗെയിൻ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 3 കാറ്റഗറീസ് ആണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ പഠിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ്സ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് 7 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 7 ക്വാണ്ടിറ്റീസിൻ്റെ SI യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ലെങ്ത്, SI യൂണിറ്റ് മീറ്റർ, സിമ്പിൾ സ്മോൾ m. രണ്ടാമത്തേത് മാസ്, SI യൂണിറ്റ് കിലോഗ്രാം, സിമ്പിൾ kg. ബേസ് ക്വാണ്ടിറ്റി ടൈം, SI യൂണിറ്റ് സെക്കൻഡ്, സിമ്പിൾ സ്മോൾ s. ബേസ് ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി, name of the SI unit ampere, symbol capital letter A. Base quantity thermodynamic temperature, SI unit Kelvin, symbol capital letter K. Amount of substance, അതാണ് നമ്മുടെ അടുത്ത ബേസ് ക്വാണ്ടിറ്റി, name of SI unit mole, symbol small letters എല്ലാം ഒരുമിച്ച് എഴുതി MOL. അവസാനത്തെ ബേസ് ക്വാണ്ടിറ്റി ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത് SI യൂണിറ്റിൻ്റെ നെയിം കാൻഡില എന്നാണ്, സിമ്പിൾ സ്മോൾ ലെറ്റേഴ്സ് CT. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ SI യൂണിറ്റിൻ്റെയും ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ യൂണിറ്റായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആംപിയർ. ഇദ്ദേഹം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റായി ആംപിയർ എന്ന പേര് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ A. അതുപോലെ തന്നെയുള്ള ചില എക്സാമ്പിൾസ് ആണ് ന്യൂട്ടൺ. യൂണിറ്റ് സ്മോൾ ലെറ്റർ N വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് യൂണിറ്റ് ആക്കി എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ് വരേണ്ടത്, അല്ലാതെ ക്യാപിറ്റൽ ലെറ്റർ അല്ല. ഇപ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ, സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ N. സയൻറ്റിസ്റ്റ് ജൂൾ, യൂണിറ്റ് സ്മോൾ ലെറ്റർ J വെച്ചിട്ട് തുടങ്ങി ജൂൾ, സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ J. സയൻറ്റിസ്റ്റ് ഹെൻറി, യൂണിറ്റ് സ്മോൾ ലെറ്റർ H വെച്ച് സ്റ്റാർട്ട് ചെയ്തു ഹെൻറി, സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ H. സയൻറ്റിസ്റ്റ് ഹെർട്സ്, യൂണിറ്റ് ഹെർട്സ്, അവിടെ സ്മോൾ h ആണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ H എന്ന് പറഞ്ഞ സിമ്പിൾ നേരത്തെ എടുത്തുപോയി, അതുകൊണ്ട് നമ്മൾ HZ എന്ന് പറഞ്ഞ സിമ്പിളാണ് അവിടെ യൂസ് ചെയ്തത്. അവസാനത്തേത് സയൻറ്റിസ്റ്റ് ഓം, യൂണിറ്റ് ഓം, സിമ്പിൾ ഒമേഗ ആണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സയൻറ്റിസ്റ്റും യൂണിറ്റും നമ്മളുടെ റിലേഷൻസിനെ പറ്റി പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. എന്താണ് സപ്ലിമെൻ്ററി യൂണിറ്റ്സ്? ഇവിടെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്, സിമ്പിൾ റാഡ് എന്നാണ് നമ്മൾ പറയുക. ആംഗിൾ റേഷ്യോ ഓഫ് ദ സബ്ടെൻഡഡ് ആർക്ക് ലെങ്ത് ഓൺ സർക്കിൾ ടു ദ റേഡിയസ്. തീറ്റ എന്ന് പറയുന്നത് ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ആ ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്താൽ മതി. A circle has 2 pi radians. ഇനി നമ്മൾ അടുത്ത ഒരു സപ്ലിമെൻ്ററി യൂണിറ്റിലേക്ക് പോവാണ്. സോളിഡ് ആംഗിൾ, സ്റ്റെറേഡിയൻ എന്നാണ് SI യൂണിറ്റിൻ്റെ പേര്, സിമ്പിൾ SR. സോളിഡ് ആംഗിൾ റേഷ്യോ ഓഫ് സബ്ടെൻഡഡ് ഏരിയ ഓൺ എ സ്ഫിയർ ടു റേഡിയസ് സ്ക്വയർഡ്. അവിടെ ഒമേഗ എന്ന് പറയുന്നത് A/R² എന്നാണ് നമ്മൾക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ സ്ഫിയർ ഹാസ് 4 pi
സ്റ്റെറേഡിയൻസ്. ഇതായിരുന്നു സർ നമ്മളോട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞ ഉത്തരം. സ്ഫിയറും അതുപോലെ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയും ഈ ഒരു ഫോർമുലയും എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതാണ് ഉത്തരം. സ്ഫിയർ ഹാസ് 4 pi സ്റ്റെറേഡിയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ഫിസിക്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ്സ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.